ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ടെക് അപ്ഡേറ്റ് ആണ്. പബ്ജിയിൽ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം അതാണ്. അതിൻ്റെ ഒപ്പം തന്നെ അത് കഴിഞ്ഞ ദിവസം വന്നതാണ്, ഞാൻ ഇന്ന് പറയുന്നതേ ഉള്ളൂ. ഇന്നലെ കഴിഞ്ഞ ദിവസത്തിൽ മോൾക്ക് ഒരു കുത്തിവെപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്തിരി ബിസി ആയിരുന്നു. അവൾ നല്ല കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുമായിട്ട് ഇത്തിരി ബിസി ആയിരുന്നു, അതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്തിട്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഈ ഒരു ടെക് അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഒന്ന്, പബ്ജിയുടെ അപ്ഡേറ്റ് തന്നെയാണ്. പബ്ജി 3.0 ഒരു പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. കാര്യമായ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഇവന്റുകൾ, ഓരോ ആനിവേഴ്സറി ഇവന്റുകളൊക്കെ വരാറുണ്ടല്ലോ, അതുപോലെ ഇതിൽ 3rd ആനിവേഴ്സറി ഇവന്റ് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം സ്ക്രീനിൽ ഇതുപോലുള്ളൊരു ഇവന്റ് സ്പേസ് ആണ് ഈ ഗെയിമിൽ റാങ്കിൾ മോഡിലൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് അത് ഇറങ്ങി കളിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള മോഡ് സെക്ഷനിലേക്ക് ഇറങ്ങി ചെന്ന് അവിടെ നമുക്ക് പലതരത്തിലുള്ള ഗെയിം പ്ലേകൾ നടത്താം. വേറെ ഒന്നുമില്ല അതിനകത്ത്. സാധാരണ നമ്മൾ ഇതിന് മുമ്പുള്ള ഇവന്റ് പ്ലേസുകൾ കണ്ടിട്ടുണ്ടാകും, പോലെ 2nd ആനിവേഴ്സറിയോ അങ്ങനെ ഏതിലാണെങ്കിലും അവിടെ ഇതുപോലത്തെ ഓരോ സ്പോട്ടുകൾ റാങ്കുകളിൽ കാണാൻ സാധിക്കും. നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങുന്നു, അവിടെ ഇത്തിരി അഗ്രീസീവായിട്ട് കളിക്കുന്നു. അപ്പോൾ മമ്മിയുടെ ആ ഒരു സംഭവമൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലത്തെ ഒരു സംഗതിയാണിത്. എന്തായാലും ഇതിനകത്ത് ഇത്തരത്തിലുള്ള ഒരു ഇവന്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി കളിക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് വെപ്പണുകളിൽ ചില ചെറിയ ചെറിയ ചേഞ്ചുകൾ, ഒരു കാർ98 പോലത്തെ ഒരു വെപ്പണൊക്കെ ഞാൻ കണ്ടായിരുന്നു. അതേപോലെ പിന്നെ ഒരു ഗ്ലൈഡിങ്, ഒരു കരാക്കിൻ മാപ്പിൽ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഗ്ലൈഡർ, അതും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. വേറെ ഈ അപ്ഡേറ്റിനകത്ത് കരാക്കിൻ മാപ്പൊന്നും ഞാൻ കണ്ടില്ല. അതുപോലെ പവർ ആമർ പോലുള്ള ഒരു ഗെയിം ഇതിനകത്ത് ഇപ്പം കാണുന്നില്ല. അത് ഏതോ ദിവസങ്ങളിലേക്ക്, വെള്ളി ശനി ആ ദിവസങ്ങളിലേക്ക് സെറ്റ് ചെയ്തിടണമെന്ന് തോന്നുന്നു. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ഈ അപ്ഡേറ്റിൽ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പബ്ജി ബാൻ ആയതിനു ശേഷം അങ്ങനെ അഗ്രസീവായിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിരിക്കുന്ന ഒരു പരിപാടി വിട്ടു. കളിക്കും ചിലപ്പോഴൊക്കെ കൊറിയനൊക്കെ എടുത്ത് കളിക്കുമെന്നല്ലാതെ ഈ ഒരു കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ സെക്ഷനും പരിശോധിച്ച് അപ്ഡേറ്റ് ആയിരിക്കുന്ന ഒരു പരിപാടി വിട്ടിരിക്കുകയാണ്. എന്തായാലും 1.3.0 ആ ഒരു അപ്ഡേറ്റ് സംഗതി രസമായിട്ടുണ്ട്. ഞാൻ ഇന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ, വീഡിയോ ചെയ്യുന്ന നേരത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ. കുഴപ്പമില്ല. ഞാൻ ആ ഇവന്റിലൊക്കെ ഇറങ്ങി നോക്കി. മുമ്പ് നമ്മൾ ആനിവേഴ്സറി ഇവന്റൊക്കെ വന്നിട്ടുണ്ട്, അതിലിറങ്ങി കളിക്കുന്ന പോലെ തന്നെയാണ് ഇതിനകത്ത് തോന്നുന്നത്. വിഷ്വലി ഇച്ചിരി ലുക്കൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. എന്നാലും എടുത്ത് നോക്കുക, കളിച്ച് നോക്കുക. എങ്ങനെ ഡൗൺലോഡ് ചെയ്യും, VPN വേണ്ടേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ആൻഡ്രോയിഡിലാണെങ്കിൽ VPN വേണം, അല്ലാതെ ഇത് അവരുടെ സൈറ്റിൽ നിന്ന് ലിങ്ക് എടുത്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാമെന്നും പറയുന്നുണ്ട്. ഞാൻ ആൻഡ്രോയിഡ് വെർഷൻ ഒന്നും ചെക്ക് ചെയ്ത് നോക്കിയില്ല. iOS ആണെങ്കിൽ സിമ്പിൾ ആണ്, ജസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വെർഷൻ അപ്ഡേറ്റ് ആയി വരും, ഈസിയാണ്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, സംഗതി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. ബാനാണ്, ഓർത്തിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഫോണുകളുടെ ന്യൂസുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ Poco X3 Pro ഈ ഒരു ഫോണിനെ കുറിച്ച് അഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫോൺ വരാൻ പോവാണ്. മെയിനായിട്ടും കമ്പനി ഒഫീഷ്യലി ഒരു സ്റ്റേറ്റ്മെന്റ് ലെറ്റർ അവരുടെ ഫാൻസിന് വേണ്ടിയിട്ട്, അവരുടെ ഫാമിലി മെമ്പേഴ്സ്, അതായത് ഫാൻസിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുണ്ട്. ആ ലെറ്ററിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ ബോൾഡാക്കി വെച്ചിരിക്കുന്ന ചില ലെറ്ററുകൾ നോക്കിക്കഴിഞ്ഞാൽ പോക്കോ F1 എന്ന ഫോണിന് ശേഷം ആ ഒരു സ്പെക്കിലും കാര്യങ്ങളിലും പോക്കോ F2 ഇറക്കാൻ അവർക്ക് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ടാക്സും കാര്യങ്ങളും കൂടി മൊത്തത്തിൽ അതിന്റെ ഒരു സിറ്റുവേഷൻ മാറിപ്പോയി. അതുകൊണ്ട് പോക്കോ F1 ശേഷം പോക്കോ F2 അതേ ഒരു പവറിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണെന്നാണ് അവർ ചിന്തിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും അതിന് പകരമായിട്ട് ഏറെക്കുറെ അതിന് തുല്യമായ ഒരു പവർ തരുന്ന ഒരു കിടിലൻ സെറ്റപ്പിലാണ് അവർ പുതിയ ഫോൺ കൊണ്ടുവരാൻ പോകുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന ചില ബ്ലാക്ക് ബോൾഡായ ലെറ്ററുകൾ കൂട്ടിച്ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ പോക്കോ X3 Pro എന്ന ഫോൺ മാർച്ച് 30-ാം തീയതി ലോഞ്ച് ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ബോൾഡാക്കി കൊടുത്തിരിക്കുന്ന 30-യും 21-ഉം, ഇതിൽ 30 ആണ് ലോഞ്ച് ഡേറ്റ് ആയിട്ട് വരാൻ പോകുന്നത് എന്ന രീതിയിൽ പറയപ്പെടുന്നുണ്ട്, 21 ആണെന്ന രീതിയിലും പറയപ്പെടുന്നുണ്ട്. രണ്ടിലേതായാലും 21 അല്ലെങ്കിൽ 30, ഇതിൽ ഏതെങ്കിലും ഒരു ഡേറ്റിൽ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോഴേക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും പോക്കോ X3 Pro എന്ന ഫോൺ വരുമ്പോൾ അതൊരു 4G ഫോൺ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെയും പോക്കോ F1 ശേഷം പോക്കോ F2 പകരം X3 Pro ആയിരിക്കും വരിക. ആ വരുന്നത് എന്തായാലും ഒരു കിടിലൻ ഓപ്ഷൻ ആയിരിക്കും. 21,000 രൂപ റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യാന്നാണ് കേൾക്കുന്നത്. എന്തായാലും X3 Proയുടെ കാര്യം ഒഫീഷ്യലി ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അത് ഒഫീഷ്യലാണ്, അത് റൂമർ ഒന്നുമല്ല. സോ എന്തായാലും നമുക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോകളിൽ അപ്ഡേറ്റ് ചെയ്യാം. പോക്കോ ഫോണുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ബഡ്ജറ്റ് 20,000 മുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം. കിടിലൻ സെറ്റപ്പിലാണ് ഫോൺ വരാൻ പോകുന്നതെന്നാണ് ഇപ്പോഴേക്ക് മനസ്സിലാവുന്നത്. ഇനി അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് ഗാലക്സി A52 കാര്യമാണ്. ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് അപ്ഡേറ്റ്, വേറെ ഒന്നുമല്ല. കുറച്ച് നല്ല ഇമേജുകളും കാര്യങ്ങളൊക്കെ A52-ന്റെ, A72-ന്റെ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് A52-ന്റെ ആണ്. ഈ ഒരു ലുക്കും കാര്യങ്ങളൊക്കെയാണ് A52-ൽ വരാൻ പോകുന്നത്. ആ ഒരു ഡിസ്പ്ലേ 120 Hz റിഫ്രഷ് റേറ്റ്, സ്നാപ്ഡ്രാഗൺ 750G, 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ, One UI 3.1 തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. ആൻഡ്രോയിഡ് 11 ബേസ്ഡ് തന്നെയായിരിക്കും ഫോൺ. സോ അപ്ഡേറ്റഡ് ആയിരിക്കും. ഗാലക്സി A സീരീസിലെ A52 ആണ് വരാൻ പോകുന്നത്. അതിന്റെ ലുക്കുകളാണ് നമ്മൾ കണ്ടത്. ഓവറോൾ നല്ല സ്റ്റൈലായിട്ടുണ്ട്. S21-ന്റെ ഒക്കെ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന്റെ ഒക്കെ ഡിസൈനിലാണ് ക്യാമറ മോഡ്യൂൾ കൊടുത്തിരിക്കുന്നത്. അത് ഇത്തിരി രസമായിട്ടുണ്ട്. ആ ഒരു പക്ക കോപ്പി അല്ല എങ്കിലും ഏറെക്കുറെ. അപ്പൊ എന്തായാലും ഈ ഒരു ഫോൺ കൂടി വരുന്നുണ്ട്. സാംസങ് ഫാൻസിനൊക്കെ വേണമെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യാം. നല്ല നല്ല ഫോണുകൾ അവർ തുടരെ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഒരുപാട് നല്ല ഫോണുകളും ചിലപ്പോൾ കിട്ടിയേക്കാം. ഇനി അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് ആപ്പിളിന്റെ iPhone 4-ന്റെ 2021 വെർഷൻ, iPhone 4 2021-ന്റെ കുറച്ച് ഇമേജുകൾ
ഇത് ഒഫീഷ്യൽ ഇമേജുകളൊന്നുമല്ല, മറ്റു പല ആൾക്കാരും ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന, ഗ്രാഫിക്കലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇമേജാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇത് വരിക എന്ന രീതിയിലാണ് ഇപ്പോഴേക്ക് കേൾക്കുന്നത്. നോക്കാം ഇങ്ങനെ വരുമോ, എന്താണ് വേറെ എങ്ങനെയെങ്കിലും മാറി വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. വിവോയുടെ X60 എന്ന ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളൊന്നുമില്ല, കൃത്യമായ ഡേറ്റ് ഞാൻ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും ഇങ്ങനെ കുറെ അധികം ഫോണുകൾ മാർച്ചിൽ നമ്മൾ മുൻപേ പറഞ്ഞ പോലെ തന്നെ ഒട്ടനവധി ലോഞ്ചുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും നടക്കാനിരിക്കുന്നു. സോ വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരുപാട് ഫോൺ ഓപ്ഷനുകൾ വരുന്നുണ്ട്. തിരക്ക് പിടിച്ച ആരും ഈ മാർച്ചിൽ ഫോൺ എടുക്കാൻ നിൽക്കേണ്ട. മാർച്ചിന്റെ ഒരു അവസാന ഭാഗമൊക്കെ ആകുമ്പോൾ ഏതൊക്കെ ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ടോ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരെണ്ണം നമുക്ക് നല്ലത് നോക്കി നമ്മുടെ ബഡ്ജറ്റിനെ പറ്റി ഇത് ചൂസ് ചെയ്യാം. അതായിരിക്കില്ലേ നല്ല ഐഡിയ. എന്തായാലും കൂടുതൽ ടെക്നോളജി വാർത്തകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.